വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലമുള്ള വിളനാശത്തിന് ഫസൽ ബീമാ യോജന പ്രകാരം പരിരക്ഷ ഉറപ്പ്. 2026 ഖാരിഫ് മുതൽ പദ്ധതി നടപ്പിലാക്കും. 2026 ഖാരിഫ് വിതയ്ക്കൽ സീസൺ മുതൽ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന പ്രകാരം പരിരക്ഷിക്കപ്പെടുമെന്ന് വ്യക്തമാക്കി കേന്ദ്രം. കൂടാതെ കനത്ത മഴയും വെള്ളപ്പൊക്കവും മൂലം നെൽകൃഷിക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളും PMFBY-യുടെ കീഴിൽ വരും. ആന, കാട്ടുപന്നി, മാൻ, കുരങ്ങുകൾ തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം ഇന്ത്യയിലുടനീളമുള്ള കർഷകർ വിളനാശം നേരിടുന്നുണ്ടെന്ന് കൃഷി മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. വനങ്ങൾക്ക് സമീപമുള്ള പ്രദേശങ്ങൾ, വന്യജീവി സാന്നിധ്യം കൂടുതലുള്ള മേഖലകൾ, കുന്നിൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ പ്രത്യേകിച്ചും സാധാരണമാണെന്നും കേന്ദ്ര റിപ്പോർട്ടിൽ പറയുന്നു. വിളനാശത്തിന് ഉത്തരവാദികളായ വന്യമൃഗങ്ങളുടെ പട്ടിക സംസ്ഥാനങ്ങൾ അറിയിക്കും. ജിയോ ടാഗ് ചെയ്ത ഫോട്ടോഗ്രാഫുകൾ അപ്ലോഡ് ചെയ്ത് വിള ഇൻഷുറൻസ് ആപ്പ് ഉപയോഗിച്ച് 72 മണിക്കൂറിനുള്ളിൽ കർഷകർ നഷ്ടം റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെന്നും മന്ത്രാലയം പറയുന്നു. മനുഷ്യ-വന്യജീവി സംഘർഷം കൂടുതലുള്ള ഒഡീഷ, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, കേരളം, തമിഴ്നാട്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് ഈ പരിരക്ഷ പ്രയോജനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഹിമാലയൻ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ അസം, മേഘാലയ, മണിപ്പൂർ, മിസോറാം, ത്രിപുര, സിക്കിം, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെയും കർഷകർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും.